അപ്പൊ അഖിൽ മാരാർ അപ്പൊ അഖിൽ മാരാറിനെ പറ്റി എലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് ആളുകൾ ഒന്നും സംസാരിക്കാതെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ജനകീയ കോടതി വരുന്നത്. ആ നമ്മുടെ ഹാഷ്മിയായിട്ട് ജനകീയ കോടതിയിൽ ഒരു നല്ലൊരു സംവാദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബേസിക്കലി അഖിൽ മാരാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇതിന് തൊട്ട് മുമ്പായിട്ടുള്ള എലക്ഷന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ അധികം കാര്യങ്ങൾ സംഭവിച്ചു കേട്ടോ. അപ്പൊ എലക്ഷൻ അദ്ദേഹം NDAയുടെ 2020 ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അദ്ദേഹം നിന്നു. 5 നിലയില് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇലക്ഷന്റെ ടൈമിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി അഖിൽ മാരാറിനെ പറ്റി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ഒരു കാര്യം ഞാൻ പറയാം. ഇലക്ഷന്റെ സമയത്ത് നമ്മുടെ പിഷാരടി ഉണ്ടല്ലോ, ഇപ്പൊ അദ്ദേഹം MLA ആണ്. ഓക്കെ, നിയുക്ത MLA. ഇലക്ഷൻ ആകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കെന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങളൊക്കെ ഒരുപാട് വരുന്ന ഒരു സമയമാണല്ലോ. ആരും ഇപ്പൊ എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിനെ പറ്റി ഞാൻ നല്ലത് പറയുമോ? അങ്ങനെ സംഭവിക്കാനൊരു സാധ്യതയില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ അഖിൽ മാരാർ പിഷാരടിയെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിഷാരടി അങ്ങനെയാണ്, അദ്ദേഹത്തിന് അങ്ങനെ കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഈ മാധ്യമങ്ങളൊക്കെ എന്ത് ചെയ്തു, മിസ്റ്റർ പിഷാരടി റിപ്ലൈ അറിയാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിഷാരടി അടുത്ത് ഈ മാധ്യമങ്ങളൊക്കെ ചെന്നു. അപ്പൊ മിസ്റ്റർ പിഷാരടി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അഖിൽ മാരാർ ഇന്നിപ്പോ ഒരു കാര്യം പറയും, നാളെ ചിലപ്പോൾ അത് വീണ്ടും മാറ്റി പറയും, അത് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും മാറ്റി പറയും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് തന്നെയാണ് എക്സാക്ട്ലി ഇദ്ദേഹത്തിന്റെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടേ, ബിഗ് ബോസ് ഉണ്ടല്ലോ, അപ്പൊ ബിഗ് ബോസിൽ ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിനോട് ചോദിച്ചു, ബിഗ് ബോസിൽ പോകുന്നില്ലേ? ബിഗ് ബോസിലോ? ഞാനോ? അതിനെക്കാളും പേര് ഞാൻ ഓക്കെ പറയുന്നില്ല, തുണിയൊക്കെ കാണിക്കുന്ന എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ ബിഗ് ബോസിൽ പോയി. ഓക്കെ, ഇലക്ഷനൊക്കെ ഞാൻ നിൽക്കുമോ, പിന്നെ അവരുടെ പണിയൊന്നുമില്ല. ഇലക്ഷന് നിന്നു. അത് കഴിഞ്ഞ് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് പൊട്ടി അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം NDAയിൽ നിന്ന് പോകുന്നത്. എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹത്തിന് അത് കുറെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് കേട്ടോ. അത് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ്. അപ്പൊ അദ്ദേഹം ആ ഒരു പാർട്ടിയിൽ നിന്നും പോയി അങ്ങനെ ഒരുപാട് വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹാഷ്മിയായിട്ടുള്ള ഈ ഒരു സംവാദം വരുന്നത് ജനകീയ കോടതിയിൽ. ജനകീയ കോടതി എന്ന് പറഞ്ഞാൽ മൈത്രേയൻ, രവിചന്ദ്രൻ സി, ഓക്കെ, അങ്ങനെ ഒരുപാട് ആളുകൾ ചെന്നിട്ട് ഭയങ്കര എന്താ പറയാ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരുപാട് മനുഷ്യർ ചെന്നിട്ട് സംവദിക്കുന്ന ഒരു വേദിയാണ് കേട്ടോ. ഇവൻ രാഹുൽ ഈശ്വർ ഒക്കെ വന്ന് സംവാദങ്ങൾ നടത്തുന്ന ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വേദിയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് അഖിൽ മാരാർ ഇങ്ങനെ പറയാണ്, ഞാൻ ഇലക്ഷൻ ഇങ്ങനെ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഇലക്ഷൻ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നല്ല, ഇലക്ഷന് ഫണ്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, പൈസയൊക്കെ ആകെ ചെലവായി, എന്റെ BMW 5 തവണ, ദിവസത്തിൽ 5 തവണ BMW. ഓക്കെ, അപ്പൊ ഈ BMW ഞാൻ വിറ്റു, അങ്ങനെ എനിക്ക് ഒരുപാട്, അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഈ പൈസയൊക്കെ ഡീൽ ചെയ്തത്. അപ്പൊ നമ്മുടെ ഹാഷ്മി പറയാണ്, ഞാൻ തെളിവ് കാണിക്കണോ? ഇലക്ഷന് ഫണ്ട് കിട്ടിയതിന്റെ തെളിവ് കാണിക്കണോ? അപ്പത്തേക്ക് അഖിൽ മാരാറേ, അത് പിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ, ഇതിപ്പോ ഫണ്ടൊക്കെ എല്ലാവർക്കും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ആ ഒരു സംവാദം കണ്ടാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ അതിനർത്ഥം എന്താ? ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നാണല്ലോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹാഷ്മി അതിനകത്ത് പറയുന്നുണ്ട്, തെളിവ് കാണിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ആ ഒരു വിഷയത്തിനോട് ഒരുപാട് അടുക്കാത്ത രീതിക്കാണ് അഖിൽ മാരാർ അതിനോടൊക്കെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കേട്ടോ ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഫിലിം ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണല്ലോ. ഓട്ടോമാറ്റിക്കലി ഒരു താത്വിക അവലോകനം എന്ന് പറഞ്ഞ 2021 അദ്ദേഹം ഒരു പടം ചെയ്തു. ഡെബ്യൂട്ടാണ്, ആദ്യത്തെ പടമായിരുന്നു. അതുണ്ടല്ലോ ബോക്സ്, വേറെ എന്തൊക്കെയാണെങ്കിലും ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാനും പറ്റത്തില്ല, ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിരിക്കും. നമ്മുടെ ജോജു ജോർജാണ് അതിനകത്ത് മെയിൻ ലീഡ് ക്യാരക്ടറൊക്കെ ചെയ്തത്. അതൊരു ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ആകമാനം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഈ പറയുന്ന അഖിൽ മാരാർ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ഇപ്പൊ അദ്ദേഹം പ്രായപൂർത്തിയ ആളാണ്, അത്യാവശ്യം ലോകപരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിനോട് നമ്മൾ ചെന്നിട്ട് നാളെ നിങ്ങൾ അത് ചെയ്യും, നാളെ നിങ്ങൾ ഇത് ചെയ്യും എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓരോ വ്യക്തികൾക്കും അവർക്ക് തീരുമാനമെടുക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ പോയാൽ, അതായത് ഒരു കാര്യം പറയും, അടുത്ത ദിവസം വേറൊരു കാര്യം പറയും, അതിന്റെ അടുത്ത ദിവസം വേറൊരു കാര്യം പറയും, അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് കേട്ടോ ഈ പറയുന്ന അഖിൽ മാരാർ കടന്നു പോയിട്ടിരിക്കും. ഇപ്പൊ ബിഗ് ബോസിന്റെ ജഡ്ജായിട്ട് ഇപ്പൊ ഉണ്ട് രഞ്ജിനി ഹരിദാസ്, പിന്നെ നമ്മുടെ റിയാസ്, ഈ പറയുന്ന അഖിൽ മാരാർ, ഇവരൊക്കെയാണ് ഇതിന്റെ ജഡ്ജായിട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ജഡ്ജായിട്ടാണ് ഇപ്പൊ അദ്ദേഹം കയറിയിരിക്കുന്നത്. ഇപ്പൊ ഈ എന്നാണ് ഈ പോസ്റ്റ് വന്ന് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഒരു പോസ്റ്റ് കണ്ട് അഖിൽ മാരാറിന്റെ, അതായത് ഞാൻ 1 ലക്ഷം രൂപ വെച്ച് എനിക്ക് ഡെയിലി ശമ്പളമൊക്കെ ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നമ്മൾ എന്തിനാണ് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിന്റെയൊക്കെ അതൊക്കെ ഓരോ ആളുകളുടെയും കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പൊ അതാണ് കേട്ടോ അഖിൽ മാരാറുടെ ഒരു സ്റ്റേബിൾ ഇപ്പോഴത്തെ
ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ പറ കേട്ടോ.